അപ്പൊ എപ്പോഴും അമ്മമാരെല്ലാരും അതെ, നമ്മൾ എന്ത് കിട്ടിയാലും അത് മക്കൾക്കും ആവശ്യങ്ങൾക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടും അതെല്ലാം ഇവിടെ നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു കുറച്ചും കൂടെ ഏജ് ആയിട്ട് കഴിയുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, അതിന് വേണ്ടിട്ട് ഒരു പൈസ വെക്കണം, നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ എന്റെ ആ ഒരു ഓൾഡ് ഏജ് ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവിങ്സ് എന്ന രീതിയിൽ അങ്ങനെയൊക്കെ അത് എല്ലാ അമ്മമാരും അതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോപ്പർ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും കൂടെ ഞാൻ പറഞ്ഞുതരാം. തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ് അവരുടെ അടുത്ത് മ്യൂച്വൽ ഫണ്ട്സ്, ഇപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് ഏറ്റവും നല്ലതും സേഫ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് SIP ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയുക. അപ്പൊ അത് ചെറിയ എമൗണ്ട് വലിയ എമൗണ്ട് ഓരോ സ്കീമുണ്ട്, ഓരോ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ അത് ഓരോ പോലെയാണ്. ചിലത് ആനുവലി ആണ്, ചിലത് മന്ത്ലി ഉണ്ട്. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസ്. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ ഇതാവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ അവരുമായിട്ട് അവർ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവിടെ എറണാകുളത്ത് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് തുടങ്ങി ഒരുപാട് സെലിബ്രിറ്റീസും സോക്കോൾ ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അറിയാം, റിലയബിൾ ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് നമുക്കിപ്പം ഒരു മാസം എനിക്ക് 5000 ഇടാൻ പറ്റുള്ളൂ, അല്ലെ ഒരു മാസം എനിക്ക് 1000 ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം എനിക്ക് 5000 ഇടാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റിയ രീതിയിലുള്ള പെൻഷൻ കിട്ടേണ്ട സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്കീമും കാര്യങ്ങളും, മ്യൂച്വൽ ഫണ്ട്സിൽ വേറെ എന്തിടണം, അല്ലെങ്കിൽ വേറെ ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ രീതിയിൽ നമുക്ക് പ്ലാനിങ്ങോട് കൂടി പറഞ്ഞ് മനസ്സിലാക്കി അവർ തരും. അപ്പൊ ഓരോരുത്തരുടെയും എല്ലാവരുടെയും പമ്പികമ്മയുടെ പോലെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെയും രീതി നമുക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് ഒരു നല്ലൊരു സേവിങ് പ്ലാൻ അത് ഇനിയെങ്കിലും ചെയ്യണം കേട്ടോ. തീർച്ചയായും പേര് ഓർത്തിരിക്കട്ടെ. ഉറപ്പായിട്ടും.